ഹലോ ഗായ്സ്, നമസ്കാരം. അപ്പോൾ ദാ പെറ്റ് ഡിറ്റക്റ്റീവ് സിനിമ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഷറഫുദ്ദീനാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അനുപമ പരമേശ്വരൻ, വിനയ് ഫോർട്ട്, രഞ്ജി പണിക്കർ, ജോമോൻ ജോജീർ, വിജയരാഘവനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളാണ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബഡായി ബംഗ്ലാവിലെ അമ്മായി, വിനയ് ഫോർട്ട്, ഇങ്ങനെ ഒരുപാട് കാസ്റ്റിംഗ്, ഒരുപാട് ഉള്ളൊരു സിനിമ തന്നെയാണ്. എല്ലാവരുടെയും പേര് പറയാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ തന്നെ വലിയ ലെങ്തി ആയി പോകും. അത്ര പേര് ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കോമഡി സിനിമയാണ്. പെറ്റ് ഡിറ്റക്റ്റീവ്, ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ഒരാളുടെ കഥയാണ്. ഒരു ഫിഷിനെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഒരു പരിപാടിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫാണ് കൂടുതൽ നമുക്കത്, എനിക്ക് പേഴ്സണലി അത് കൂടുതൽ ഈ സിനിമ ഫസ്റ്റ് ഹാഫ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അവരിലേക്ക് ഇൻട്രോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴാണ് പിന്നെയും ഈ സിനിമയുടെ ഒരു കഥ എങ്ങോട്ടാണ് ഈ പ്ലോട്ട് എന്നുള്ള സംഭവം കുറേ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ മനസ്സിലാക്കി വന്നത് എനിക്ക് സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോഴാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ഒരു കോമഡി ലെവൽ ഓഫ് സിനിമ തന്നെയാണ്, കോമഡിയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ലോജിക്കോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഈ സിനിമ വലിയ നിരാശ നിങ്ങൾക്ക് സമ്മാനിക്കാം. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ചുമ്മാ ഒരു തിയേറ്ററിൽ പോയി കണ്ട് ചിരിച്ച് ഇറങ്ങാൻ തോന്നുന്ന രീതിയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഒരു കണ്ടിരിക്കാവുന്ന സിനിമ തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോഴേക്കും പണ്ടത്തെ പ്രിയദർശൻ സിനിമകളിലേക്ക് ഒരു ടൈപ്പ് ഓഫ് ക്ലൈമാക്സ് ആണ്. അതായത് ആ സിനിമയിൽ ആരൊക്കെ ഉണ്ടോ, അതായത് ഏതൊക്കെ ആ ക്യാരക്ടർ ഉണ്ടോ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ക്ലൈമാക്സ്. അതിപ്പോൾ ആക്ഷൻ ആണെങ്കിലും കോമഡി എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ്. നമ്മുടെ വെട്ടം സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, അതിൽ കണ്ടിട്ടുണ്ടാവും. പ്രിയദർശൻ്റെ തന്നെ സിനിമയാണ്. ലാസ്റ്റ് ഒരുപാട് പേര് ആ സിനിമയിൽ ഒരുവിധം എല്ലാവരും ആ ഹോട്ടലിൽ എല്ലാവരും കൂടി ചെല്ലുന്ന അതുപോലെയൊക്കെ എല്ലാവരും കൂടി അടങ്ങിയിട്ടുള്ളൊരു ക്ലൈമാക്സ് പരിപാടിയാണ്. പിന്നെ അത് കണ്ടിരിക്കാവുന്ന, എന്താ പറയുക, ഒട്ടും ബോറടിച്ചിട്ടില്ല എന്ന് പറയാൻ. കാര്യം വെച്ചാൽ 2 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂർ തികച്ച് സിനിമ ഇല്ലയെന്ന് തോന്നുന്നു, അത്രയും കുറവേ ഉള്ളൂ. പക്ഷേ അത് വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിജയരാഘവൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് റോള് തന്നെയാണ്. കുറച്ച് എന്താ പറയുക, കോമഡീസൊക്കെ കുറച്ചൊക്കെ നമുക്ക് കുറച്ച് ക്രിഞ്ച് ഫീലൊക്കെ തോന്നുമെങ്കിലും ബട്ട് അത്രയും ഭയങ്കരമായിട്ട് നമ്മളത് സിനിമയെ പറ്റിയിട്ട് നോക്കാനൊന്നുമില്ല. കാരണം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ്, അങ്ങനെ ഇരുന്ന് കാണേണ്ട സിനിമയാണ്. ഐ മീൻ ലൈക്ക് ഒരുപാട് ലോജിക്കൊന്നും നോക്കി പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചിലപ്പോൾ OTT വരുമ്പോൾ നമുക്ക് എത്രത്തോളം അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ തിയേറ്ററിൽ, ഞാൻ പോയ തിയേറ്ററിൽ അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്ലാപ്സും കൈയടിയും ഒരുപാട് പേര് ചിരിക്കുന്നതൊക്കെ ഉണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ആ ഒരു മൂഡിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിനയ് ഫോർട്ട് നല്ല രസമുണ്ടായിരുന്നു, ഒരു മണ്ടനായ പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടർ. അതിൽ മെയിൻ ഡിറ്റക്റ്റീവായിട്ട് വരുന്ന ഷറഫുദ്ദീനാണ്. ആളുടെ അച്ഛനായിട്ട് രഞ്ജി പണിക്കരുടെ ക്യാരക്ടർ. വിജയരാഘവൻ്റെ ക്യാരക്ടർ ഞാനിവിടെ പറയുന്നില്ല, അതൊരു സ്പോയിലർ തന്നെയാണ്. ബാക്കി കഥയൊക്കെ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്ന കഥയൊക്കെ തന്നെയാണ്. ജോമോൻ ജോജീർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബഡായി ബംഗ്ലാവിലെ അമ്മായി കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്, എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു എൻ്റർടൈനിങ് സിനിമ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇത്രയൊക്കെ ഉള്ളൂ ഈ സിനിമയെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാൻ. കാര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ചെറിയൊരു കൊച്ചു സിനിമ തന്നെയാണ്, കണ്ടിരിക്കാവുന്ന, ഒട്ടും ബോറടിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് സിനിമ ആയിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്.